ഇന്ന് നമ്മൾ കോമ്പറ്റീഷൻ ആക്ടിൻ്റെ രണ്ട് പ്രസക്ത ഭാഗങ്ങളാണ് പഠിക്കുന്നത്. ഫീച്ചേഴ്സ് ഓഫ് ദ ആക്റ്റും അതുപോലെ തന്നെ കോമ്പോണൻറ്റ് ഓഫ് ദ കോമ്പറ്റീഷൻ ആക്ട് 2002 നോക്കാം നമുക്ക്. അതിൽ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ഫീച്ചേഴ്സ് നോക്കാം. അതിൽ ടു എക്സ്റ്റെൻഡ് ടു ഓൾ ഇന്ത്യ, ഇത് ഇന്ത്യ മൊട്ടായിട്ട് ഈ ആക്ട് നിലവിലുണ്ട്. ആദ്യം ഇത് ജമ്മു കാശ്മീർ എക്സംപ്റ്റഡ് ആയിരുന്നു, പക്ഷേ നമ്മൾക്കറിയാം ഇപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ സ്പെഷ്യൽ സ്റ്റാറ്റസ് ഒഴിവാക്കിയതുകൊണ്ട് ഇത് ജമ്മു കാശ്മീരിലും അപ്ലിക്കബിൾ ആണ്. പ്രൊഹിബിറ്റ് ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റ്, പരസ്പരം മത്സരിക്കാതിരിക്കാനുള്ള എഗ്രിമെൻറ്റ് ആരെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള എഗ്രിമെൻറ്റിൽ ഇത് പ്രൊഹിബിറ്റ് ചെയ്യും. ടു പ്രൊഹിബിറ്റ് ദ അബ്യൂസ് ഓർ ഡോമിനൻ്റ് പൊസിഷൻ ത്രൂ ദ അൺഫെയർ ആൻഡ് ഡിസ്ക്രിമിനേറ്ററി പ്രൈസസ് ഓർ കണ്ടീഷൻസ്, അതുപോലെ തന്നെ ചില കമ്പനികൾക്ക് ഉണ്ടാകുന്ന ഡോമിനേഷൻ പവർ ഉപയോഗിക്കുന്നത്, അത് ദുരുപയോഗം ചെയ്യുന്നത് തടയും ഈ ആക്ട്. റെഗുലേറ്റ് ദ കോമ്പിനേഷൻസ്, ചില കമ്പനികൾ കോമ്പിനേഷൻ ചെയ്യും, അതായത് മർജർ ആൻഡ് അക്യൂസിഷൻ, അതായത് 4 കമ്പനികൾ ഉണ്ടെങ്കിൽ ഈ 4 കമ്പനികളും പരസ്പരം മത്സരിക്കും അല്ലേ. ഇപ്പോൾ നേരെ മറിച്ച് 2 കമ്പനികൾ തമ്മിൽ ഒന്നായിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഐഡിയയും വോഡാഫോണും ഒന്നായില്ലേ, അപ്പോൾ അതൊക്കെ ശരിക്കും ഈ ആക്ട് പ്രകാരം, അതും കോമ്പറ്റീഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തതാണ് ജിയോനെറ്റ്. അപ്പോൾ അതൊക്കെ ശരിക്കും ഈ ആക്ടിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അവരൊക്കെ ഇതിനെ ഓവർകം ചെയ്തു. എങ്ങനെയാണ് അത് ചെയ്തത്, ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന ഒരു സബ്ജക്റ്റാണ്. പിന്നെ പറയുന്നത് ആക്ട് പ്രൊവൈഡ് വേരിയസ് റെമഡീസ് ഫോർ റീസ്റ്റോറിങ് കോമ്പറ്റീഷൻ ആൻഡ് പീനലൈസിങ് ദ ഒഫൻഡേഴ്സ്, അതായത് ഇത് ഒരുപാട് റെമഡികൾ നൽകുന്നുണ്ട് ഈ ആക്ട്. ഇതേമാതിരി കോമ്പറ്റീഷൻ കൂടുതൽ വരുന്നതിന് വേണ്ടിയും, അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ഒഴിവാക്കിയിട്ട് ലാഭം ഉണ്ടാക്കാൻ ചെയ്യുന്നവർക്ക് പെനാൽറ്റി കൊടുക്കാനും ഈ ആക്ട് പറയുന്നുണ്ട്. ആൻറ്റി കോമ്പറ്റേറ്റീവ് പ്രാക്ടീസസ് കമ്മിറ്റഡ് ഓവർസീസ് ബട്ട് ഹാവിംഗ് ഇഫക്റ്റ് ഇൻ ഇന്ത്യ ഹാസ് ബീൻ കവേർഡ് അണ്ടർ സെക്ഷൻ 32 ഓഫ് ദ ആക്ട്. അതായത് 2 രാജ്യങ്ങൾ തമ്മിൽ വിദേശത്ത് വെച്ചൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി, ആ എഗ്രിമെൻ്റ് ഇന്ത്യയിലുള്ള അവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ കുറയ്ക്കുന്നതാണെങ്കിൽ പോലും ഈ ആക്ട് അത് തടയും എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ആക്ട് എൻട്രസ്റ്റ് ദ കോമ്പറ്റീഷൻ കമ്മീഷൻ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് അണ്ടർടേക്കിംഗ് ദ കോമ്പറ്റീഷൻ അഡ്വോക്കസി ദ അവയർനെസ് ആൻഡ് ട്രെയിനിങ് അബൌട്ട് ദ കോമ്പറ്റീഷൻ ഇഷ്യൂസസ്. അത് തന്നെ ഒരു കോമ്പറ്റീഷൻ കമ്മീഷന് ഈ ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അവർ ഏറ്റവും കൂടുതൽ ഈ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യും, മോണിറ്റർ ചെയ്യും, അതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് കൊടുക്കും. ഈ കാര്യങ്ങളൊക്കെ കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ ഉത്തരവാദിത്തമാണ്. പിന്നെ എവറി ഓർഡർ പാസ്ഡ് ബൈ ദ കമ്മീഷൻ ഈസ് അപ്പീലബിൾ ആണ്, അതായത് എന്തെങ്കിലും ഒരു ഓർഡർ പാസ് ചെയ്യുകയാണ് ഈ കമ്മീഷൻ, അത് കോടതിയിൽ പോയിട്ട് കമ്പനികൾക്ക് ചോദ്യം ചെയ്യാനുള്ള റൈറ്റുമുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഇതിൻ്റെ കോമ്പോണൻ്റ് ആണ് കോമ്പോണൻ്റ് ഓഫ് കോമ്പറ്റീഷൻ ആക്ട് 2002. പ്രധാനമായിട്ടും 4 കോമ്പോണൻ്റ് ആണ്. ആൻറ്റി കോമ്പറ്റേറ്റീവ് പ്രാക്ടീസസ്, അബ്യൂസ് ഓഫ് ഡോമിനൻ്റ് പൊസിഷൻ, റെഗുലേഷൻ ഓഫ് കോമ്പിനേഷൻ ആൻഡ് കോമ്പറ്റീഷൻ അഡ്വോക്കസി, ഇങ്ങനെ 4 കാര്യങ്ങളാണ്. ഇതിലാദ്യം പറയുന്നത് ആൻറ്റി കോമ്പറ്റേറ്റീവ് പ്രാക്ടീസസ്. എന്താണ് ഈ ആൻറ്റി കോമ്പറ്റേറ്റീവ് പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പനികൾ പരസ്പരം മത്സരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ തമ്മിൽ ചെയ്യുന്ന ചില പ്രാക്ടീസുകളുണ്ട്. ആ പ്രാക്ടീസുകൾ ഈ ആക്ട് എന്ത് ചെയ്യും, തടയും. പറഞ്ഞാൽ അവർ തമ്മിൽ മത്സരിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഗുണം ഒരിക്കലും കസ്റ്റമറിന് കിട്ടില്ല. കമ്പനികൾ തമ്മിൽ മത്സരിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കസ്റ്റമറിന് കിട്ടുള്ളൂ. അപ്പോൾ അവർ മത്സരിക്കാതിരിക്കാനുള്ള ആൻറ്റി കോമ്പറ്റേറ്റീവ് പ്രാക്ടീസ് ചെയ്യും, അത് തടയുമെന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും ചില ആൻറ്റി കോമ്പറ്റീഷൻ പ്രാക്ടീസ് ടൈ എഗ്രിമെൻറ്റ്, അവർ തമ്മിൽ പരസ്പരം ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കും. അതുപോലെ സപ്ലൈ ചെയ്യുന്നതിൽ, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതിൽ, ചില ഡീല് റിഫ്യൂസൽ ചെയ്യുന്നതിൽ, ഇങ്ങനത്തിലൊക്കെ അവർ ചില എഗ്രിമെൻറ്റ് ഉണ്ടാക്കും. പിന്നെ പറഞ്ഞാൽ അബ്യൂസ് ഓഫ് ഡോമിനൻ്റ് പൊസിഷനാണ്. ചില കമ്പനികൾ അവർക്ക് കിട്ടിയിട്ടുള്ള ഡോമിനൻ്റ് പവർ ഉപയോഗിച്ചിട്ട് മാർക്കറ്റിൽ പ്ലെയർ ആകും. അപ്പോൾ അത് ഈ ആക്ട് എന്ത് ചെയ്യും, വളരെ കൃത്യമായിട്ട് തടയും. പിന്നെ പറയുന്നത് റെഗുലേഷൻ ഓഫ് കോമ്പിനേഷനാണ്. എന്താണ് കോമ്പിനേഷൻ എന്ന് അർത്ഥമാക്കുന്നത്, ചില കമ്പനികൾ ഇത് തടയാൻ വേണ്ടിയിട്ട്, അതായത് ഈ കോമ്പറ്റീഷൻ കുറച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് മർജർ അക്വിസിഷൻ, അതായത് ചില കമ്പനികൾ വേറെ കമ്പനികളെ ഏറ്റെടുക്കുക, അല്ലെങ്കിൽ 2 കമ്പനികൾ ഒന്നാവുക, അപ്പോഴൊക്കെ കോമ്പറ്റീഷൻ്റെ ആ ഡിഗ്രി കുറയും. അപ്പോൾ അതും ഈ ആക്ടിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ട് അത്തരത്തിലുള്ളത് കുറയ്ക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഐഡിയയും വോഡാഫോണും ശരിക്കും ഇപ്പോൾ മർജ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, അത് അവർ കോമ്പറ്റീഷൻ കുറയ്ക്കാനാണ്, അത് ശരിക്കും ഈ ആക്ടിൻ്റെ പരിധിയിൽ വരുന്നതാണ്. പിന്നെ പറയുന്നത് കോമ്പറ്റീഷൻ അഡ്വോക്കസിയാണ്. ദ മെയിൻ എയിം ഓഫ് ദ കോമ്പറ്റീഷൻ അഡ്വോക്കസി is to foster the condition that will lead to a more competitive market structure and business behavior. The commission shall take the suitable measure for the promotion of the competition advocacy, creating awareness and imparting training about the competition issues. ഇത് കോമ്പറ്റീഷൻ അഡ്വോക്കസിൻ്റെ ഏറ്റവും വലിയൊരു
താല്പര്യം അവർ മാക്സിമം മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ബൂസ്റ്റപ്പ് ചെയ്യാനേ ശ്രമിച്ചുകൊണ്ടിരിക്കുള്ളൂ. മാർക്കറ്റിൽ അങ്ങനെ കോമ്പറ്റീഷൻ വന്നാൽ മാത്രമേ അതിനൊരു ബെനിഫിറ്റ് കസ്റ്റമറിന് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് 2 പ്രാവശ്യം കേൾക്കുക, പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്തിരിക്കുക, കേൾക്കുക. ഓക്കെ, താങ്ക് യു.